കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലേക്കാണ് എം.വി. ജയരാജനാണ് അവിടെ LDF സ്ഥാനാർത്ഥി. കലാലയങ്ങളിലും തൊഴിലിടങ്ങളിലും വോട്ടുറപ്പിച്ച് പ്രചാരണം തുടരുകയാണ് കണ്ണൂരിലെ LDF സ്ഥാനാർത്ഥിയായ എം.വി. ജയരാജൻ. വോട്ട് അഭ്യർത്ഥിച്ച് ചെല്ലുന്നിടത്തെല്ലാം ഊഷ്മളമായ സ്വീകരണമാണ് എം.വി. ജയരാജന് ലഭിക്കുന്നത്. കണ്ണൂരിൽ നിന്നും സ്ഥാനാർത്ഥിക്കൊപ്പം സന്തോഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കണ്ടുവരാം. കണ്ണൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി എം.വി. ജയരാജൻ പ്രചരണത്തിൻ്റെ ഒരാഴ്ച പിന്നിടുമ്പോൾ മണ്ഡലത്തിൽ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. പ്രത്യേകിച്ചും എല്ലാ മേഖലകളിലും പ്രധാന വ്യക്തികളെയും സ്ഥാപനങ്ങളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തൊഴിലിടങ്ങളും സന്ദർശിച്ചുകൊണ്ടാണ് എം.വി. ജയരാജൻ്റെ പ്രചരണം മുന്നേറുന്നത്. വലിയ സ്വീകാര്യത LDF സ്ഥാനാർത്ഥിക്ക് എല്ലാ സ്ഥലങ്ങളിലും ലഭിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. എം.വി. ജയരാജൻ കൈരളി ന്യൂസിനൊപ്പം ചേരുകയാണ്. പ്രചരണം ഒരാഴ്ചയിൽ പിന്നിടുകയാണ്. എങ്ങനെയാണ് ജനങ്ങളുടെ ഒരു പ്രതികരണം ഇതുവരെയുള്ളത്? ഒരു നല്ല പ്രതികരണമാണ് കാണുന്നത്. നേരത്തെ എടക്കാട് 2 തവണ മത്സരിച്ചപ്പോഴും കണ്ണൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴും ഉണ്ടായിരുന്നതിനേക്കാൾ ജനങ്ങളുടെ പ്രതികരണം അനുകൂലമാണ്. അതിന് കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു മാറ്റം ഉണ്ടാവണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ് മുഖ്യ കാരണം. മറ്റൊന്ന്, ഇടതുപക്ഷത്തിൻ്റെ നയം ശരിയാണ് എന്ന് ജനങ്ങൾക്ക് കൂടുതൽ ബോധ്യമായിരിക്കുകയാണ്. പിന്നെ എൻ്റെ ഒരു പൊതുശീലം പാർട്ടി പ്രവർത്തകനായിരിക്കുമ്പോഴും ജനപ്രതിനിധി ആയിരിക്കുമ്പോഴും ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് കൊണ്ട് ചില പ്രദേശങ്ങളിൽ പോയാൽ അത് അനുഭവമുള്ള ആളുടെ അനുകൂല പ്രതികരണവും ഉണ്ട്. ഇപ്പോൾ ഇന്നിവിടെ എത്തിച്ചേർന്നത് പറശ്ശിനിക്കടവ് MBR സ്മാരക ആയുർവേദ മെഡിക്കൽ കോളേജിലാണ്. ഇന്ന് തളിപ്പറമ്പ് മണ്ഡലത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ, വ്യക്തികൾ ഇവരെ സന്ദർശിക്കുന്ന പര്യടന പരിപാടിയാണ്. അപ്പോൾ ഈ സ്ഥാപനം ഉത്തര കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥാപനമായി വളർത്തിക്കൊണ്ടുവരുന്നതിൽ സുപ്രധാനമായ പങ്ക് വഹിച്ചവർ, അവർക്ക് സ്വന്തം അനുഭവത്തിലൂടെ പറയാൻ കഴിഞ്ഞ ഒരു കാര്യമാണ് BSc നഴ്സിംഗ് ആയുർവേദത്തിൻ്റെ അംഗീകാരത്തിൻ്റെ പ്രശ്നം. അന്ന് ഞാൻ അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലായിരുന്നു. അപ്പം അതുപോലെ നിരവധി പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ ഒരു പാർട്ടി പ്രവർത്തകനായാലും വിവിധ ചുമതലകൾ നിർവഹിക്കുമ്പോഴും സംഘടനാ കാര്യങ്ങളോടൊപ്പം തന്നെ ജനകീയ പ്രശ്നങ്ങളും ഏറ്റെടുത്ത് പോകാറുണ്ട് എന്ന ഒരു അനുഭവം എനിക്കുള്ളത് കൊണ്ട് തന്നെ കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് എന്നെ തിരഞ്ഞെടുത്താൽ ഈ പാർലമെൻറ്റ് മണ്ഡലം കഴിഞ്ഞ 5 വർഷം വികസനമൊന്നും നടന്നിരുന്നില്ല. കേന്ദ്ര സർക്കാരിൻ്റെതായ വികസനം MPയുടെ പ്രാദേശിക ഫണ്ടിൽ നിന്ന് വിവിധ പദ്ധതികൾ ഏറ്റെടുക്കലാണ്. അതൊന്നും നടന്നിരുന്നില്ല. ആകെ ചെലവഴിച്ചത് അനുവദിച്ച തുകയുടെ 27%. അപ്പോൾ അതൊക്കെ പരിഹരിക്കാൻ ജനങ്ങളുടെ സഹകരണത്തോടു കൂടി സാധിക്കും. മണ്ഡലത്തിൻ്റെ സർവ്വതോമുഖമായ പുരോഗതിയും വികസനവും ലക്ഷ്യമാക്കി പ്രവർത്തിക്കും എന്നത് ജനങ്ങൾക്ക് ഉറപ്പ് നൽകാൻ കഴിയുന്നത് കൊണ്ട് തന്നെ ഒരു ആത്മവിശ്വാസം പൊതുവിൽ നേടിയെടുക്കാൻ കഴിയുന്നുണ്ട്.